Hello everyone, welcome back to Shrudi's Pharma World. കഴിഞ്ഞ ക്ലാസ്സിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 100 ഫാർമകോഗ്നോസി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 101 മുതൽ 130 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 101, ഗോക്രൂ ബിലോങ്സ് ടു ദ ഫാമിലി. ഓപ്ഷൻ എ ലെഗുമിനോസെ, ഓപ്ഷൻ ബി സൈഗോഫിലേസിയെ, ഓപ്ഷൻ സി ഹൈഡ്നോകാർപ്പസ്, ഓപ്ഷൻ ഡി നിക്ടാജിനേസിയെ. ഗോക്രൂ ബിലോങ്സ് ടു ദ ഫാമിലി സൈഗോഫിലേസിയെ. ഗോക്രൂന്റെ ബയോളജിക്കൽ സോഴ്സ് എന്താ നമുക്ക് നോക്കാം. ട്രിബുലസ് ടെറിസ്ട്രസ്. ഗോക്രൂ ട്രിബുലസ് ടെറിസ്ട്രസ് സൈഗോഫിലേസിയെ ഫാമിലി. ലെഗുമിനേസിയെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ് ടെറോകാർപ്പസ്, ടെറോകാർപ്പസ് മാസൂപ്പിയം, സെന്ന, തോലോബാൽസം, ബ്ലാക്ക് കാറ്റച്ചു, അരാക്കിസോയിൽ, അക്കേഷ്യ, ട്രഗാഗാന്ത്, ഗ്വാർഗം, ഇതൊക്കെ ലെഗുമിനോസെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. സൈഗോഫിലേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ് ഗോക്രൂ. ഭൊറാവിയ ഡിഫ്യൂസ പുനർനാവയുടെ ബയോളജിക്കൽ സോഴ്സ് ആണ് ഭൊറാവിയ ഡിഫ്യൂസ. ഭൊറാവിയ ഡിഫ്യൂസ നിക്ടാജിനേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ്. അപ്പൊ പുനർനാവ നിക്ടാജിനേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഗോക്രൂ അതിന്റെ ഫാമിലി ഏതാണെന്നാണ്. ഗോക്രൂ ബിലോങ്സ് ടു ദ ഫാമിലി സൈഗോഫിലേസിയെ. ക്വസ്റ്റ്യൻ നമ്പർ 102, പുനർനാവ ബിലോങ്സ് ടു ദ ഫാമിലി. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു പുനർനാവ ബിലോങ്സ് ടു ദ ഫാമിലി നിക്ടാജിനേസിയെ. പുനർനാവയുടെ ബയോളജിക്കൽ സോഴ്സ് എന്തായിരുന്നു? ഭൊറാവിയ ഡിഫ്യൂസ, ഫാമിലി നിക്ടാജിനേസിയെ. ക്വസ്റ്റ്യൻ നമ്പർ 103, ഡ്രഗ് യൂസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ലെപ്രസി. താഴെ പറയുന്നവയിൽ ഏതാണ് ലെപ്രസിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടെറോകാർപ്പസ്, ഓപ്ഷൻ ബി ജിംനിമ സിൽവെസ്ട്രെ, ഓപ്ഷൻ സി ടെറോകാർപ്പസ് ആൻഡ് ജിംനിമ സിൽവെസ്ട്രെ, ഓപ്ഷൻ ഡി ചോൾമുഗ്ര ഓയിൽ. ഇതിനകത്ത് ലെപ്രസിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ചോൾമുഗ്ര ഓയിൽ ആണ്. ചോൾമുഗ്ര ഓയിലിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്തായിരുന്നു? ടെറാക്ടോജനസ് കുർസി, ഫാമിലി ഫ്ലാക്കർട്ടേസിയെ. ചോൾമുഗ്ര ഓയിലിന്റെ ബയോളജിക്കൽ സോഴ്സ് ടെറാക്ടോജനസ് കുർസി, ഫാമിലി ഫ്ലാക്കർട്ടേസിയെ. ടെറോകാർപ്പസ്, ടെറോകാർപ്പസ് മാസൂപ്പിയം, ലെഗുമിനോസി ഫാമിലി. ജിംനിമയുടെ ബയോളജിക്കൽ സോഴ്സ് ആണ് ജിംനിമ സിൽവെസ്ട്ര, ഫാമിലി ജെൻഡേസിയെ. ക്വസ്റ്റ്യൻ നമ്പർ 104, ഡ്രഗ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റിക്. ആന്റി ഡയബറ്റിക് ഡ്രഗ് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടെറോകാർപ്പസ്, ഓപ്ഷൻ ബി ജിംനിമ സിൽവെസ്ട്രെ, ഓപ്ഷൻ സി ബോത്ത് ടെറോകാർപ്പസ് ആൻഡ് ജിംനിമ സിൽവെസ്ട്രെ, ഓപ്ഷൻ ഡി ചോൾമുഗ്ര ഓയിൽ. ആന്റി ഡയബറ്റിക് ഡ്രഗ് എന്ന് പറയുമ്പോൾ ടെറോകാർപ്പസും ജിംനിമ സിൽവെസ്ട്രയും രണ്ടും ആന്റി ഡയബറ്റിക് ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ്. ടെറോകാർപ്പസ് ആൻഡ് ജിംനിമ സിൽവെസ്ട്ര ബോത്ത് ആർ ആന്റി ഡയബറ്റിക് ഡ്രഗ്സ്. ടെറോകാർപ്പസിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ടെറോകാർപ്പസ് മാസൂപ്പിയം, ഫാമിലി ലെഗുമിനോസെ. ജിംനിമയുടെ ബയോളജിക്കൽ സോഴ്സ് ആണ് ജിംനിമ സിൽവെസ്ട്ര, ഫാമിലി ജെൻഡേസിയെ. ചോൾമുഗ്ര ഓയിലിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് ടെറാക്ടോജനസ് കുർസി, ഫാമിലി ഫ്ലാക്കർട്ടേസിയെ. ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് ആണ് ടെറോകാർപ്പസ് ആൻഡ് ജിംനിമ സിൽവെസ്ട്ര. ക്വസ്റ്റ്യൻ നമ്പർ 105, ഡ്രഗ് യൂസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയൂററ്റിക്. ഡയൂററ്റിക് ഡ്രഗ്സ് ഏതാണ്? ഓപ്ഷൻ എ ഗോക്രൂ, ഓപ്ഷൻ ബി പുനർനാവ, ഓപ്ഷൻ സി ബോത്ത് ഗോക്രൂ ആൻഡ് പുനർനാവ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിനകത്ത് ഡയൂററ്റിക് ഡ്രഗ് എന്ന് പറയുമ്പോൾ ഗോക്രൂം പുനർനാവയും ആന്റി ഡയൂററ്റിക് ഡ്രഗ്സ് ആണ്. ഗോക്രൂന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ട്രിബുലസ് ടെറിസ്ട്രിസ്, ഫാമിലി സൈഗോഫിലേസിയെ. ഗോക്രൂ ട്രിബുലസ് ടെറിസ്ട്രിസ്, ഫാമിലി സൈഗോഫിലേസിയെ. പുനർനാവയാണെങ്കിലോ ഭൊറാവിയ ഡിഫ്യൂസ, ഫാമിലി നിക്ടാജിനേസിയെ. അപ്പൊ ഡയൂററ്റിക് ഡ്രഗിന് എക്സാമ്പിൾ ആണ് ഗോക്രൂവും പുനർനാവയും. ക്വസ്റ്റ്യൻ നമ്പർ 106, ഡ്രഗ് യൂസ്ഡ് ആസ് ഡൈയിങ് ഏജന്റ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഡൈയിങ് ഏജന്റ് ആയി യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പുനർനാവ, ഓപ്ഷൻ ബി ഗോക്രൂ, ഓപ്ഷൻ സി ചോൾമുഗ്ര ഓയിൽ, ഓപ്ഷൻ ഡി ടെറോകാർപ്പസ്. ആൻസർ ടെറോകാർപ്പസ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഡൈയിങ് ഏജന്റ് ആയി യൂസ് ചെയ്യുന്നത് ടെറോകാർപ്പസ് ആണ്. ടെറോകാർപ്പസ് മാർസോപ്പിയം എന്നുള്ളതാണ് അതിന്റെ ബയോളജിക്കൽ സോഴ്സ്, ഫാമിലി ലെഗുമിനോസിയെ. ക്വസ്റ്റ്യൻ നമ്പർ 107, ദ ഹോസ്റ്റ് പ്ലാന്റ് ഓൺ വിച്ച് എർഗോട്ട് ഗ്രോസസ്. എർഗോട്ട് ഗ്രോ ചെയ്യുന്ന ഹോസ്റ്റ് പ്ലാന്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഒറൈസ സാറ്റീവ, ഓപ്ഷൻ ബി ഒസിമം സാങ്ക്ടം, ഓപ്ഷൻ സി സിസേൽ സെറൽസ്, ഓപ്ഷൻ ഡി ക്ലാവിസിപ്സ് പർപ്യൂറിയ. അപ്പൊ എർഗോട്ട് ഗ്രോ ചെയ്യുന്ന ഹോസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സിസേൽ സെറൽസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 108, ദ ഡ്രഗ് യൂസ്ഡ് ഇൻ ഹോട്ട്കിൻസ് ഡിസീസ്. ഹോട്ട്കിൻസ് ഡിസീസിനെ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വിംഗ, ഓപ്ഷൻ ബി ഇപ്പിക്കാക്, ഓപ്ഷൻ സി എഫിഡ്ര, ഓപ്ഷൻ ഡി സിങ്കോണ. ഓപ്ഷൻ എ വിംഗ ആണ് കറക്റ്റ് ആൻസർ.
ഹോട്ട്കിൻസ് ഡിസീസിന് യൂസ് ചെയ്യുന്നത് വിങ്കയാണ്. വിങ്കയുടെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ കതിരാന്തസ് റോസിയസ് ഫാമിലി അപ്പോസൈനേസിയെ. ഇപ്പിക്കാക്കിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പിക്ക കുൻഹ ബിലോങ്സ് ടു ദ ഫാമിലി റൂബിയസിയെ. സിങ്കോണയുടെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ സിങ്കോണ സെലാനിക്കം ബിലോങ്സ് ടു ദ ഫാമിലി റൂബിയസിയെ. അപ്പോ ഇപ്പിക്കാക്കും സിങ്കോണയും റൂബിയസിയെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ഇപ്പിക്ക കുൻഹ ബിലോങ്സ് ടു ദ ഫാമിലി. ഓപ്ഷൻ എ സ്റ്റൈറേസിയെ, ഓപ്ഷൻ ബി ബർസറേസിയെ, ഓപ്ഷൻ സി മെലിയേസിയെ, ഓപ്ഷൻ ഡി റൂബിയസിയെ. ഇപ്പിക്ക കുൻഹ എന്ന് പറയുമ്പോൾ റൂബിയസിയെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പിക്ക കുൻഹ മാത്രമല്ല സിങ്കോണയും റൂബിയസിയെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ്. സ്റ്റൈറേസിയ എന്ന് പറയുമ്പോൾ ബെൻസോയിൻ ആണ് സ്റ്റൈറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്. സ്റ്റൈറാക്സ് ബെൻസോയിൻ അതാണ് അതിന്റെ ബയോളജിക്കൽ സോഴ്സ്. ബർസറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ് മിർ ആൻഡ് ഗുഗിൾ. മിറിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് കോമിഫോറ മോൾമോൾ. ബർസറേസിയ ഫാമിലിയിലാണ് വരുന്നത്. ഗുഗിൾ എന്ന് പറയുമ്പോൾ കോമിഫോറ മുഗിൾ അല്ലെങ്കിൽ കോമിഫോറ വെയി, അതൊക്കെ ഗുഗിളിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ബർസറേസിയ ഫാമിലിയിലാണ് വരുന്നത്. മെലിയേസെ ഫാമിലിയിൽ വരുന്നതാണ് നീം, അസാഡിറാസ്റ്റ ഇൻഡിക്ക, മെലിയേസെ ഫാമിലി. റൂബിയസെ ഫാമിലിയിൽ വരുന്നതാണ് ഇപ്പിക്ക കുൻഹയും അതുപോലെ തന്നെ സിങ്കോണയും. ക്വസ്റ്റ്യൻ നമ്പർ 110. സിങ്കോണ ബിലോങ്സ് ടു ദ ഫാമിലി. സിങ്കോണ സെലാനിക്കം ബിലോങ്സ് ടു ദ ഫാമിലി റൂബിയസിയെ. സിങ്കോണ റൂബിയസിയെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ്. സ്റ്റൈറേസിയെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ് ബെൻസോയിൻ. ബർസറേസിയെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ് മിർ ആൻഡ് ഗുഗിൾ. റൂബിയസി ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ് ഇപ്പിക്ക കുൻഹ ആൻഡ് സിങ്കോണ. ക്വസ്റ്റ്യൻ നമ്പർ 111. ബെൻസോയിൻ ബിലോങ്സ് ടു ദ ഫാമിലി. ബെൻസോയിൻ ബിലോങ്സ് ടു ദ ഫാമിലി സ്റ്റൈറേസിയെ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ആൻസർ. ബെൻസോയിൻ ബിലോങ്സ് ടു ദ ഫാമിലി സ്റ്റൈറേസിയെ. ബർസറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ് മിർ ആൻഡ് ഗുഗിൾ. മെലിയേസിയ ഫാമിലിയിൽ വരുന്നതാണ് നീം. റൂബിയസിയ ഫാമിലിയിൽ വരുന്നതാണ് ഇപ്പിക്ക കുൻഹ ആൻഡ് സിങ്കോണ. അപ്പൊ ബെൻസോയിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്തായിരുന്നു? ബെൻസോയിൻ. സ്റ്റൈറാക്സ് ബെൻസോയിൻ ഫാമിലി സ്റ്റൈറേസിയെ. മിർ ബിലോങ്സ് ടു ദ ഫാമിലി ബർസറേസിയെ. ഒരു സംശയമില്ല, മിർ ബിലോങ്സ് ടു ദ ഫാമിലി ബർസറേസിയെ. മിർ മാത്രമല്ല ഗുഗിളും ബർസറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 113. നീം ബിലോങ്സ് ടു ദ ഫാമിലി. ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം. നീമിന്റെ ബയോളജിക്കൽ സോഴ്സ് അസാഡിറാസ്റ്റ ഇൻഡിക്ക, ഫാമിലി മെലിയേസിയെ. ക്വസ്റ്റ്യൻ നമ്പർ 114. ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് പ്രസന്റ് ഇൻ ഇപ്പിക്ക കുൻഹ is. ഇപ്പിക്ക കുൻഹയിലുള്ള ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് ആണ് എമിറ്റിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ എമെറ്റിൻ, ഓപ്ഷൻ ബി ഇപ്പിക്ക കുൻഹ, ഓപ്ഷൻ സി ബോത്ത് എമെറ്റിൻ ആൻഡ് ഇപ്പിക്ക കുൻഹ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സെഫാലിസ് ഇപ്പിക്ക കുൻഹയിലുള്ള ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ എമെറ്റിൻ ആണ്. സെഫാലിസ് ഇപ്പിക്ക കുൻഹയിലുള്ള ഗ്ലൈക്കോസൈഡ് ആണ് ഇപ്പിക്ക കുൻഹ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഗ്ലൈക്കോസൈഡ് പ്രസന്റ് ഇൻ ഇപ്പിക്ക കുൻഹ is ഓപ്ഷൻ ബി ഇപ്പിക്ക കുൻഹ. ക്വസ്റ്റ്യൻ നമ്പർ 116. ഡ്രഗ് യൂസ്ഡ് ആസ് ആന്റി ഡിസെൻട്രിക്. ആന്റി ഡിസെൻട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഓപ്ഷൻ എ സിങ്കോണ, ഓപ്ഷൻ ബി നീം, ഓപ്ഷൻ സി ഇപ്പിക്ക കുൻഹ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആന്റി ഡിസെൻട്രിക് ഡ്രഗിന് എക്സാമ്പിൾ ആണ് ഇപ്പിക്ക കുൻഹ. സിങ്കോണ ആന്റി മലേറിയൽ ഡ്രഗ് ആണ്. നീം എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയൽ ആണ്. ഇപ്പിക്ക കുൻഹ ആന്റി ഡിസെൻട്രിക് ഡ്രഗ് ആണ്. Question number 117. An example of anti-malarial alkaloid. Anti-malarial alkaloid example ആണ് സിങ്കോണ. നീം ആന്റിബാക്ടീരിയൽ ആണ്. ഇപ്പിക്ക കുൻഹ എന്ന് പറയുന്നത് ആന്റി ഡിസെൻട്രിക് ഡ്രഗ് ആണ്. Question number 118. An example of insecticidal drug. Option A സിങ്കോണ, ഓപ്ഷൻ ബി നീം, ഓപ്ഷൻ സി ഇപ്പിക്ക കുൻഹ, ഓപ്ഷൻ ഡി none of those. ഇൻസെക്ടിസൈഡൽ ഡ്രഗ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി നീം ആണ്. സിങ്കോണ ആന്റി മലേറിയൽ ആണ്. ഇപ്പിക്ക കുൻഹ ആന്റി ഡിസെൻട്രിക് ഏജന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 119. ക്വിനോളിൻ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓപ്ഷൻ എ ആന്റിസെപ്റ്റിക്, ഓപ്ഷൻ ബി ആന്റിബാക്ടീരിയൽ, ഓപ്ഷൻ സി കാർഡിയാക് എറിത്രൈസിസ്. അപ്പോ ക്വിനോളിൻ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി കാർഡിയാക് ആർത്രൈസിസിലാണ്. കാർഡിയാക് ആർത്രൈസിസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് അതിന്റെ കേസിലാണ് ക്വിനോളിൻ ഡ്രഗ് യൂസ് ചെയ്യുന്നത്. ക്വിനോളിൻ ഒരു ആന്റി മലേറിയൽ ഡ്രഗ് കൂടെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 120. സുമാത്ര ബെൻസോയിൻ is used as ഓപ്ഷൻ എ ആന്റിസെപ്റ്റിക്, ഓപ്ഷൻ ബി ആന്റി മലേറിയൽ, ഓപ്ഷൻ സി സ്റ്റിമുലന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ബെൻസോയിൻ ആന്റിസെപ്റ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആന്റി മലേറിയൽ ഡ്രഗിന് എക്സാമ്പിൾ ആണ് സിങ്കോണ എന്ന് പറയുന്നത്. ഇനി സ്റ്റിമുലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? സ്റ്റിമുലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ് ആണ് മിർ സ്റ്റിമുലന്റ് ആണ്. സിങ്കോണ ആന്റി മലേറിയൽ ആണ്. ബെൻസോയിൻ ആന്റിസെപ്റ്റിക് ആണ്. Question number 121. Mir is used as option A antibiotic, option B anti-malarial, option C stimulant, option D none of this. Mir is used as
stimulant. Option C ആണ് correct answer. 122. Question number 122. Quinoline is used as option A antiseptic, option B anti-malarial, option C stimulant, option D none of this. Quinoline is used as anti-malarial. Option B anti-malarial. Question number 123. An example of balsamic resinous drug. Option A myrrh, option B neem, option C ipecacuanha, option D benzoin. Balsamic resinous drug എന്ന് പറയുന്നത് benzoin ആണ്. Option D ആണ് correct answer. Question number 124. Biological source of myrrh. Biological source of myrrh എന്ന് പറയുമ്പോൾ Commiphora molmol. Commiphora molmol of the family Burseraceae. ഗുഗിളിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് കോമിഫോറ മുഗുൾ അല്ലെങ്കിൽ കോമിഫോറ വെയി ഓഫ് ദ ഫാമിലി ബർസറേസിയെ. അസാഡിറാക്റ്റ ഇൻഡിക്ക നീമിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. സ്റ്റൈറാക്സ് ബെൻസോയിൻ ബെൻസോയിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. സ്റ്റൈറേസിയെ ഫാമിലിയിലാണ് ബെൻസോയിൻ വരുന്നത്. കുർക്കുമ ലോങ്ങ ടർമറിക്കിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. സിഞ്ചിബ്രേസിയെ ഫാമിലിയിലാണ് ടർമറിക് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 125. ബയോളജിക്കൽ സോഴ്സ് ഓഫ് നീം. നമുക്കൊരു സംശയമില്ലാതെ പറയാം അസാഡിറാക്റ്റ ഇൻഡിക്ക ഫാമിലി മെലിയേസിയെ. ക്വസ്റ്റ്യൻ നമ്പർ 126. ബയോളജിക്കൽ സോഴ്സ് ഓഫ് ടർമറിക്. ടർമറിക്കിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്താ? കുർക്കുമ ലോങ്ങ ഫാമിലി സിഞ്ചിബ്രേസിയെ. ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 127. An example of drug used for the detection of boric acid. ബോറിക് ആസിഡിന്റെ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എർഗോട്ട്, ഓപ്ഷൻ ബി ആംല, ഓപ്ഷൻ സി ഷാർക്ക് ലിവർ ഓയിൽ, ഓപ്ഷൻ ഡി ടർമറിക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ടർമറിക്. ടർമറിക് ആണ് ബോറിക് ആസിഡിന്റെ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്. ക്വസ്റ്റ്യൻ നമ്പർ 128. ഡ്രഗ് യൂസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് സ്കർവി. സ്കർവിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ആംല. ഓപ്ഷൻ ബി ആംല. ക്വസ്റ്റ്യൻ നമ്പർ 129. ഡാഷ് is a rich source of vitamin A. വൈറ്റമിൻ എയുടെ റിച്ച് സോഴ്സ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ എർഗോട്ട്, ഓപ്ഷൻ ബി അംല, ഓപ്ഷൻ സി ഷാർക്ക് ലിവർ ഓയിൽ, ഓപ്ഷൻ ഡി ടർമറിക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഷാർക്ക് ലിവർ ഓയിൽ. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ളത് ഷാർക്ക് ലിവർ ഓയിൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 130. An example of parasitic drug. ഓപ്ഷൻ എ എർഗോട്ട്, ഓപ്ഷൻ ബി അംല, ഓപ്ഷൻ സി ഷാർക്ക് ലിവർ ഓയിൽ, ഓപ്ഷൻ ഡി ടർമറിക്. പാരസൈറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത് എർഗോട്ട് ആണ്. സോ ആൻസർ ഓപ്ഷൻ എ എർഗോട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫാർമക്കോഗ്നോസിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് തൊട്ടടുത്ത് വരുന്ന 30 ക്വസ്റ്റ്യൻസ്. അപ്പൊ ടോട്ടൽ ഇതുവരെ നമ്മൾ 130 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. വീണ്ടും വീണ്ടും കേട്ട് തന്നെ പഠിക്കുക. നിങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോഴോ നിങ്ങൾ ബസ്സിൽ പോകുമ്പോഴോ നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്കൊരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ആ ഹെഡ്സെറ്റിന്റെ സഹായത്തോടു കൂടെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കേട്ട് തന്നെ പഠിക്കാവുന്നതാണ്. അതിന് മുന്നോടിയായി ഞാനൊരു കാര്യം പറയാം. ഇത് കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുത്തേ പറ്റൂ. ഫാർമക്കോഗ്നോസി നിങ്ങളുടെ സിലബസ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിനേഷൻ ആയിട്ടുള്ള ഫാർമക്കോഗ്നോസി സിലബസ് കവർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. സിലബസ് കവർ ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവാൻ പോകുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സിലബസ് ആദ്യം കവർ ചെയ്യുക, ടോപ്പിക്സ് ആദ്യം നന്നായിട്ട് പഠിക്കുക, അതിനുശേഷം മാത്രം ഇവിടെ വന്ന് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് എക്സാമിന് ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സിലബസ് കവർ ചെയ്യണം, സിലബസ് നോക്കണം, ടോപ്പിക്സ് ആദ്യം പഠിക്കണം, അതിനുശേഷം മാത്രം MCQ അറ്റൻഡ് ചെയ്യാന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഏറ്റവും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.